ഒരു കൂർക്ക ഉപ്പേരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 കിലോ കൂർക്ക എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇത് കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഈസി ടിപ്പ് എന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേഗം വരും കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കൂർക്ക നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ ഇതിൻ്റെ തൊലി വരും. ഒരു കുക്കറിൽ ഈ കൂർക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് വെള്ളത്തിൽ വേവിച്ച് ചെയ്താൽ മതി. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 ഉള്ളിയും ഒരു 6 പച്ചമുളകും എടുത്തിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. പാൻ ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് കുറച്ച് കടുകിടുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയും മുളകും പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും മുളകും ചതച്ചത് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് സോട്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് കറി ലീവ്സ് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്നും കൂടി സോട്ട് ചെയ്യുക. ഇതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ഇതിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി കൂർക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലിസ് കിച്ചൻ. ബൈ.